കടയിലെ ഭാരം മുഴുവൻ അളിയനെ അങ്ങനെ ഏൽപ്പിച്ചു. പുള്ളി ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലട്ടാ, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ മൈലേജ് കുറച്ച് ഷോർട്ടാണ്. ഒരു ഗ്ലാസ് സർബത്തിൽ 1.5 മണിക്കൂർ പണിയെടുക്കുള്ളൂ. ഭർത്താവിന്റെ നിഴലിൽ ഒതുങ്ങേണ്ടവളല്ല ഭാര്യ എന്ന തിരിച്ചറിവാണോ അതോ നിഴലില്ലാത്തൊരു ഭർത്താവാണ് തന്റെ എന്നുള്ള ബോധ്യമാണോ എന്നറിയില്ല. എന്റെ ഭാര്യ ഇപ്പൊ ജോലിക്കും ഉണ്ട്. ആ നീ ഇറങ്ങിയ അല്ലെങ്കിലും ഈ സ്വപ്നങ്ങൾക്ക് ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താങ്ക് യു. നമ്മൾ തോറ്റുപോകുന്നിടത്ത് നമ്മളെ ജയിപ്പിക്കാൻ ആരെങ്കിലും ഒരാള് വരും. എന്റെ ജീവിതത്തില് അതെന്റെ കുഞ്ഞാണ്. എനിക്ക് സാധിക്കാത്തത് അവൻ കൂളായിട്ട് നേടിയെടുത്ത്. അവൻ അച്ഛനെ ചിരിപ്പിച്ച്. ഒത്തിരി കളിച്ചും ചിരിച്ചും അച്ഛനിപ്പോ അവൻ്റെ കൂടെ തകർക്കുകയാണ്. അച്ഛൻ ജീവിച്ചിരിക്കെ അച്ഛന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് എന്റെ മഹാഭാഗ്യം. ശരിക്കും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളു നമ്മുടെ കുടുംബത്തില്. അതിനെങ്ങനെയാണ്? റോഡിൽ പോലീസ് മുമ്പിൽ പെട്ടാലും വീട്ടിൽ അച്ഛനെ കണ്ടാലും വഴിമാറി ഓടലാണ് നമ്മുടെയൊക്കെ പതിവ്. ഞങ്ങള് തമ്മില് അയ്യോ ഒരു മിനിറ്റ്, ഇത് പറഞ്ഞു തീർന്നില്ല. അച്ഛനാണ്. അച്ഛന്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും കേൾക്കാലോ. എന്നാ ലൗഡ് സ്പീക്കർ ഇടാ. അച്ഛാ ഞാനൊരു പ്രോഗ്രാമിലാണ് അച്ഛാ. അച്ഛനും ഞാനും തമ്മില് നല്ല ടൈംസിലാണ്. നമുക്കെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരാളായിരിക്കണം നമ്മുടെ അച്ഛൻ. ഒരു നല്ല സുഹൃത്തായിരിക്കണം നമ്മുടെ അച്ഛൻ. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു വൈബാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അഭിമാനത്തോടെ പറയും, മൈ നെയിം ഈസ് അഴകൻ.